ഒരല്പം ഇൻഫോർമേറ്റീവ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. സുഹൃത്തുക്കളെ, പ്രിവിലേജ് എന്ന് വെച്ചാൽ എന്താണ്? ഞാൻ ചുമ്മാ അങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി എന്താണ് ഈ പ്രിവിലേജ്. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എങ്ങനെയാണ്? ചില വ്യക്തികൾക്കോ കൂട്ടങ്ങൾക്കോ മാത്രം ലഭ്യമാകുന്ന പ്രത്യേക അവകാശങ്ങളെയോ മുൻഗണനകളെയോ ആണ് ഈ പ്രിവിലേജ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് കഠിനാധ്വാനം കൊണ്ടോ കഴിവ് കൊണ്ടോ നേടുന്ന ഒന്നല്ല, മറിച്ച് ജനനം കൊണ്ട്, ജാതി കൊണ്ട്, ലിംഗം കൊണ്ട്, സാമ്പത്തിക സ്ഥിതി കൊണ്ട്, മതം കൊണ്ട്, ഇങ്ങനെ പല രാഷ്ട്രീയം കൊണ്ട്, ഇങ്ങനെ പല ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്വാഭാവികമായിട്ട് ചില ആളുകൾക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളെ നമുക്ക് പ്രിവിലേജ് എന്ന് പറയാം. ഇന്ന് പ്രിവിലേജിന്റെ വീഡിയോസ് മാത്രമാണ്. ഇതൊരു രാഷ്ട്രീയ വീഡിയോയേ അല്ല. ആദ്യത്തെ വീഡിയോ മണിയാശാൻ തുറന്നില്ലല്ലോ. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് പറഞ്ഞ് മണിയാശാൻ ഡാം തുറന്നു വിട്ടിട്ട വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം ഡാം ആരും തുറന്നു വിട്ടിട്ടില്ലല്ലോ. ഇതെല്ലാം പ്രകൃതിക്ഷോഭത്തിൽ നമുക്കുണ്ടാകുന്നതാണ്. അന്നേരം നോക്കൂ, ഇത് ഏതോ ഒരു നാട്ടുകാരനാണ്. അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ഇത്തവണ എന്തായാലും ഇത് ഡാം തുറന്നു വിട്ടിട്ടൊന്നും ഉണ്ടായതല്ലല്ലോ, മണിയാശന്റെ നെഞ്ചത്തേക്ക് ഇത്തവണ ആരും കയറി പോകുന്നൊന്നുമില്ലല്ലോ എന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഈ ഒരു സാധാരണപ്പെട്ട മനുഷ്യൻ പറയുന്നത്. ദാറ്റ് ഈസ് കോൾഡ് പ്രിവിലേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മണിയാശൻ എന്ന് പറയുന്ന സർവ്വസാധാരണക്കാരൻ, 4ാം ക്ലാസ്സും ഗുസ്തിയും മാത്രം ഉണ്ടായിട്ട് രാഷ്ട്രീയത്തിൽ ശോഭിച്ച മനുഷ്യൻ, നമ്മുടെ KSEB ഏറ്റവും ഗംഭീരമായിട്ട് കൊണ്ടുപോയ മനുഷ്യൻ, കേരളത്തിലെ എല്ലാവർക്കും കറണ്ട് വേണമെന്നുള്ള ലക്ഷ്യമായിട്ട് ഇറങ്ങിത്തിരിച്ച മനുഷ്യൻ, അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഡാം മണിയാശാനാണ് തുറന്നു വിട്ടത്. അങ്ങനെയാണ് അവിടെയൊക്കെ പ്രളയം ഉണ്ടായി എന്ന് പറയുന്ന സ്ഥലത്ത് വെറും ഒരു ദിവസത്തെ മഴ കൊണ്ട് വെള്ളം പൊങ്ങി. എന്താണ് അന്ന് മണിയാശാനെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഇന്ന് ഇപ്പോഴത്തെ മന്ത്രിമാരെയോ MLA-മാരെയോ അവരാണ് ഈ ഡാം തുറന്നു വിട്ടത് എന്ന് പറയാത്തത് എന്നതിൻ്റെ പേരാണ് പ്രിവിലേജ്. കഴിഞ്ഞിട്ടില്ല. അടുത്തൊരു രസകരമായ പ്രിവിലേജാണ്, വളരെ രസകരമായ പ്രിവിലേജാണ്. ഇതാ, ദുരിതാശ്വാസ ക്യാമ്പിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദുരിതം. 2 ദിവസമായി തൊഴിലാളികൾക്ക് ഭക്ഷണമില്ല. ഒരു മുറിയിൽ 2 ദിവസമായി തൊഴിലാളികൾക്ക് ഭക്ഷണമില്ല. അവർക്ക് ഭക്ഷണവും മറ്റും കിട്ടാത്തത് എന്തേ എന്ന് ശക്തമായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കാർ ചോദിക്കാത്തതും, അവർക്ക് ഭക്ഷണം കിട്ടാത്തതിൽ യാതൊരു വിഷമവും ഇല്ല, കോൺഗ്രസ്സുകാർ അതൊന്നും ചെയ്യേണ്ടതില്ല, അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെന്റ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുന്നത് കൂടി പേരാണ് പ്രിവിലേജ്. അടുത്തത്, ഒരിടത്ത് ഊണ് ഏർപ്പാട് ചെയ്ത് അവിടെ പോയിട്ട് ഊണ് കഴിച്ചു എന്നല്ലാതെ ഊണ് കഴിക്കുന്ന പോലും തെറ്റാണെന്നുള്ള അത് ഈ പറയുന്നത് വിഷയദാരിദ്ര്യത്തിന്റെ ഉദാഹരണമാണ്. വിഷയദാരിദ്ര്യം. കെ മുരളീധരൻ പറയുന്നത്, ഒരു സ്ഥലത്ത് പ്രളയം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ഏകോപിപ്പിക്കേണ്ട നമ്മുടെ മുഖ്യമന്ത്രി പൊന്നാനിയിൽ പോയിട്ട് അവിടെ ഒരു സൗഹൃദ സദസ്സിൽ പങ്കെടുത്ത് ബിരിയാണി കഴിച്ചതിൽ യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല എന്ന് പറയുന്നത് നമ്മുടെ മാധ്യമങ്ങളും നമ്മുടെ ജനങ്ങളും കോൺഗ്രസിന് കൊടുത്തിട്ടുള്ള ഒരു പ്രിവിലേജാണ്. നിങ്ങളിതൊന്ന് മാറി ചിന്തിക്കണം, അപ്പോഴതിൻ്റെ പ്രശ്നം മനസ്സിലാവുള്ളൂ. ആ ബിരിയാണി കഴിക്കാൻ പോയത് പിണറായി വിജയൻ ആയിരുന്നെങ്കിലോ? മുണ്ടയിൽ കോരൻ്റെ മകൻ പിണറായി വിജയനാണ് ആ ബിരിയാണി കഴിക്കാൻ പോയത് എന്നൊന്ന് ആലോചിച്ച് നോക്കി. എന്ത് തരത്തിലുള്ള പ്രശ്നമായിരിക്കും, പ്രസംഗങ്ങളായിരിക്കും നമ്മുടെ മാധ്യമങ്ങളും മറ്റും ഉയർത്തുന്നുണ്ടായിരിക്കുക, അല്ലേ? അതിഭീകരമായ പ്രശ്നം ഉണ്ടാക്കില്ലേ? ഇല്ലേ? ഉണ്ടാവും. അപ്പോൾ കോൺഗ്രസ്സുകാരായ അവർക്ക് ഇതൊക്കെ ആവാമെന്നും കമ്മ്യൂണിസ്റ്റുകാരായ ആളുകൾക്ക് ഇതൊന്നും പാടില്ല എന്നും പറയുന്നതിൻ്റെ പേരാണ് പ്രിവിലേജ്. ഒരു ഭക്ഷണം കഴിക്കാൻ പോയതല്ലേ, തിരുവനന്തപുരത്ത് ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് പൊന്നാനിയിലേക്ക് വന്നിട്ട് മലപ്പുറത്തേക്ക് വന്ന് ഭക്ഷണം കഴിക്കുന്നത്, ആഹാ അടിപൊളി. ഇനി അടുത്തതാണ്, കേട്ടോളൂ. മുഖ്യമന്ത്രി ഭരണകർത്താവാണ്, അദ്ദേഹത്തിന് യാത്ര ചെയ്യേണ്ടി വരും, അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത്. അത്തരം കോൺട്രവേഴ്സീസ് ഒന്നും ഇത്തരം കാര്യങ്ങൾ ചർച്ചയ്ക്കില്ല. ഇപ്പം നമ്മൾ ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്നു, അതിനെ അതിജീവിക്കുന്ന കാര്യങ്ങളിലേക്ക് മാത്രം ചർച്ച ചെയ്താൽ മതി. അക്കാര്യത്തിൽ കോൺഗ്രസ് നേതാവാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര അത്ഭുതം തോന്നും. 2018 കേരളം മുഴുവൻ മുങ്ങിയൊരു ദുരന്തമുണ്ടായ സമയത്ത് ആ ഒരു നിമിഷത്തിൽ കേരളത്തെ സഹായിക്കാതെ കേരളത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൊടുക്കരുതെന്ന് പ്രചരിപ്പിച്ച അതേ ടീമാണ് ഇപ്പോൾ നമ്മുടെ കേരളം ഭരിക്കുന്നത്. ഇനി അവരെന്ത് പറയും?
മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പണം അയക്കൂ എന്ന് ഇപ്പൊ ഇവർക്ക് പറയാനുള്ള എന്തെങ്കിലും അവകാശമുണ്ടോ എന്ന് നമ്മളൊക്കെ ചോദിച്ചാലും അവരത് പറയും. ഒരു ഉളുപ്പുമില്ലാതെ പറയും. അതിന്റെ പേര് കൂടിയാണ് പ്രിവിലേജ്. എന്താ മുഖ്യമന്ത്രിക്ക് ഒരു ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വന്തം അമ്മായിപ്പിനെ കാണാൻ പോയാൽ എന്താ പ്രശ്നം എന്ന് അവർ ഒരു മടിയും കൂടാതെ ചോദിക്കും. അതേസമയം പിണറായി വിജയന്റെ കാലത്ത് ഈ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തപ്പോൾ അത് പിണറായി വിജയന്റെ ദൂർത്ത് ആണെന്നും, എന്നാൽ ഇദ്ദേഹം ഉപയോഗിക്കുമ്പോൾ അതിനെന്താ പ്രശ്നമെന്ന് വളരെയധികം ലാഘവത്തോടു കൂടി ചോദിക്കുമ്പോൾ അതിന്റെ പേരാണ് സുഹൃത്തുക്കളെ പ്രിവിലേജ്. ഇന്ന് അത് മാത്രമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ ബോറടിക്കുണ്ടാവോ എന്ന് എനിക്ക് സംശയം. ഒരു ഉച്ചയ്ക്ക് ഊണ് കഴിച്ചാണോ അത്ര വലിയ അപരാധം? അപ്പം ഹെലികോപ്റ്റർ ഈ ആർഭാടെന്ന് പറയുന്നത് എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? എന്താ കറിയുടെ എണ്ണം കൂടി അതേ അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന ആളല്ല. ഏതായാലും ഒരു ഭാഗ്യത്തിന് നിങ്ങൾ ഈ പറഞ്ഞ ദിവസങ്ങളിലൊന്നും ഞാൻ ഉച്ചഭക്ഷണം കഴിച്ചിട്ടില്ല, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്ത വലിയ വിമർശനങ്ങൾക്കായിരുന്നു സാഹചര്യം. ഹെലികോപ്റ്റർ ആവശ്യത്തിന് ഉപയോഗിക്കാം. ആവശ്യത്തിന് ഹെലികോപ്റ്റർ ഉപയോഗിക്കേണ്ട സാഹചര്യം സ്വന്തം ആവശ്യത്തിനല്ല. അദ്ദേഹം പോയ സമയത്താണ് അദ്ദേഹത്തിന്റെ ഫാദറിനെ പോയി കണ്ടു. അദ്ദേഹം സീരിയസ് ആയി കിടക്കുമ്പോൾ പോയി കണ്ടു. പോയി കാണുന്നോ? എങ്ങനെയുണ്ട്? പോണ വഴിക്കൊന്ന് ചുമ്മാ അവിടെ ഇറങ്ങി. ഹെലികോപ്റ്റർ ഇറക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അവിടെ നിന്ന് ഇറക്കിയിട്ടൊന്ന് ഫാദറിനെ കണ്ടു. അതിലെന്താ അത്ര വലിയ പ്രശ്നമുള്ളത് അല്ലേ? ഇത് ഇപ്പോ എൻ്റെ പല സുഹൃത്തുക്കളടക്കം ന്യായീകരണത്തിന് വേണ്ടി വന്നിട്ടുണ്ട്. പിണറായി വിജയനായിരുന്നു ഇങ്ങനെ അമ്മായിപ്പനും മറ്റും കാണാൻ പോയിരുന്നെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾ അങ്ങനെയാണ് ചിന്തിക്കേണ്ടത് കേട്ടോ. അങ്ങനെയാണ് ചിന്തിക്കേണ്ടത്. വേറൊരു രീതിയിൽ നിങ്ങൾ ഇതിനെ ചിന്തിച്ച് വശാവരുത്. അപ്പോൾ ഞാൻ പറയുന്നത് പ്രിവിലേജ് എന്ന് പറയുന്നത് ജാതിയുടെ, ഒരുപക്ഷെ മുണ്ടയിൽ കോരന്റെ മകനായതുകൊണ്ടായിരിക്കാം പിണറായി വിജയൻ അത്രയുള്ള പ്രിവിലേജ് ഒന്നും കിട്ടാത്തതെന്ന് എനിക്ക് തോന്നലാണ്. VD സതീശൻ മേനോനായതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ആ പ്രിവിലേജ് കിട്ടുന്നത്. ഇങ്ങനെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, നിറത്തിന്റെ പേരിലൊക്കെ അർഹതയില്ലാത്ത അവകാശങ്ങൾ കിട്ടുന്നതിനെ പറയുന്ന പേരാണ് പ്രിവിലേജ്. അപ്പോൾ ആർക്കാണ് ഏറ്റവും കൂടുതൽ പ്രിവിലേജ് ഇപ്പം നമ്മുടെ നാട് അനുവദിച്ചു കൊടുത്തിട്ടുള്ളത്? ചുമ്മാ എഴുതി വയ്ക്കാവോ? ബൈ.